വെറുതെയായി അല്ലേ? എന്താ ആലോചിക്കുന്നത്? അല്ല, ജാതകമൊക്കെ നോക്കണ്ടേ? ജാതകം? അതിലൊന്നും വിശ്വാസമില്ലായിരിക്കും അല്ലേ? അത്തരം ആചാരങ്ങളൊക്കെ തെറ്റിക്കാതിരിക്കുന്നല്ലേ നല്ലത്? ജാതകം നോക്കണ്ട, വേണമെങ്കിൽ സമയം നോക്കാം. അപ്പൊ ആദ്യം തൊഴിയുടെ കാര്യം തീരുമാനിക്കണം. ചോദിക്കുന്നൊന്നും മുഷിയരുത്. നിങ്ങൾ വന്നത് ശ്രീധരനെ മോഹിച്ചിട്ടോ അതോ എന്നെ ഇഷ്ടപ്പെട്ടിട്ടോ? വിവാഹം ഒരു കച്ചവടമാണ് നിങ്ങൾക്കല്ലേ? വിവാഹം? നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നത്? നടക്കുന്ന യോഗ്യന്മാര് നിങ്ങൾക്ക് ആര് തെറ്റിപ്പോയി? നിങ്ങളെക്കാൾ മണി വെട്ടിയന്മാരെ കണ്ടിട്ടുള്ളതായി സൗദാമണി. ഈ കിളവിക്ക് വട്ടാണ്. മേറ്റർ എന്തോ തെറ്റിദ്ധരിച്ച് സംസാരിക്കുകയാണ്. ഞങ്ങൾ ഡെപ്പോസിറ്റിന്റെ കാര്യം പറയാൻ വേണ്ടിയാ വന്നത്. ഡെപ്പോസിറ്റോ? അല്ല, വിലക്കേറെ മൂട്. ഈ എനിക്കൊന്നും കേൾക്കണ്ട. ഇപ്പൊ അവിടെ ഇറങ്ങിക്കണം ഈ നിമിഷം. നിങ്ങൾ പറയുമ്പോ ഇറങ്ങിപ്പോവാൻ ഞങ്ങളുടെ അവിടെ ചക്കാത്തിൽ താമസിക്കുകയാണോ? ഇപ്പൊ ഇറങ്ങുന്നില്ല. എന്ത് ചെയ്യും? ഞാൻ കാണിച്ചു തരാം. ഈ പണി എന്റെ മോൾ എവിടെന്നാ പഠിച്ചേ? ഈ കണക്കിന് കുട്ടി കൂടെ ഡെപ്പോസിറ്റ് ഉണ്ടാക്കുമല്ലോ. പോട്ടെ, പിന്നല്ലാതെ എന്ത് തെമ്മാരത്തരമായി കുട്ടി കാണിച്ചേ? ഡെപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മളെ അവിടെ കൊണ്ട് അവമാനിക്കല്ലേ ഇത്? ഇതിനൊക്കെ ചുമ്മാ വർത്താനം പറയാതെ കാരണക്കുട്ടിക്കുണ്ട് കുട്ടിക്ക് വേണ്ട. നന്ദൊന്നും ഉണ്ടായിരിക്കും. നടന്നു